2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വലിയ തോതിൽ നിർണായകമായിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് തൊട്ട് പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ വിജയ പരാജയങ്ങളൊക്കെ തന്നെയും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം BJP, LDF, UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരാജയം അതോടൊപ്പം തന്നെ വിജയം ഇതൊക്കെ തന്നെയും ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ സർവേ റിസൾട്ട് വളരെയധികം ഹൈലൈറ്റ് ആയിട്ട് മാറുന്നതെന്ന് പറയുന്നു. നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് ഏറ്റവും വലിയ തോതിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അതായത് ഇടതുപക്ഷ കോട്ടയായ ഒരു മണ്ഡലം ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റം അല്ലെങ്കിൽ അട്ടിമറി? ഇടതുപക്ഷ കോട്ട എന്നറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങലിൽ ഒരു അട്ടിമറി ഉണ്ടാകുമോ? അതല്ല LDF തുടരെ വിജയിച്ചു വരുന്ന ഈ ഒരു സ്ഥലത്ത് വീണ്ടും ഒരു വിജയം LDFന് ഉണ്ടാകുമോ? UDFിൻ്റെ ഒരു അട്ടിമറി ഉണ്ടാകുമോ? BJPയുടെ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയ തോതിൽ ഒരു മാറ്റം സംഭവിക്കാൻ അല്ലെങ്കിൽ ഒരു അട്ടിമറി സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് ആറ്റിങ്ങൽ നിലവിൽ കാണപ്പെടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കണക്കുകൾ നോക്കേണ്ടത് വളരെയധികം വ്യക്തമാണ്. നമുക്ക് ആറ്റിങ്ങളുടെ ഒരു ചിത്രം എങ്ങനെയാണ് എന്ന് നോക്കാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുൻകാല റിസൾട്ടുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും, അതായത് 2011 റിസൾട്ട് തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും തുടരെ വിജയിച്ചു വരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത്, അതിന് മുന്നേ ആയാലും അതിന് ശേഷമായാലും ഒക്കെ തന്നെയും ഇടതുപക്ഷം തന്നെ, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്നറിയപ്പെട്ടിരുന്ന ഈ പറയുന്ന ആറ്റിങ്ങൽ, ഇവിടെ 2011 വിജയിച്ചിരിക്കുന്നത് B സത്യനാണ്. 63,558 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 55% വോട്ടുകൾ 2011. INC രണ്ടാമത് തങ്കമണി ദിവാകരനാണ് മത്സരിച്ചത്. 33,493 വോട്ടുകൾ, 29% വോട്ടുകൾ. അവിടെ അന്ന് സ്വതന്ത്രനായിട്ട് നിന്നത് ആറ്റിങ്ങൽ സുരേഷാണ്. 7,857 വോട്ടുകൾ. 3-ാം സ്ഥാനമായിരുന്നു സ്വതന്ത്രന്. അന്ന് BJP 4-ാം സ്ഥാനത്തായിരുന്നു. 2011 BJP 4-ാം സ്ഥാനത്തായിരുന്നു. അന്ന് PP വാവയാണ് മത്സരിച്ചത്. 4,844 വോട്ടുകളായിരുന്നു BJPക്ക് 2011 അന്ന് ലഭിച്ചതെന്ന് പറയുന്നത്. ഇത് 2016 ആയപ്പോഴത്തേക്കും ഇവിടെ വീണ്ടും ഇടതുപക്ഷം വിജയിച്ചു. സത്യനാണ് വിജയിച്ചത്. 72,000 വോട്ടുകൾ നേടി അദ്ദേഹം വിജയിച്ചു. അതോടൊപ്പം തന്നെ RSP അന്ന് ചന്ദ്രബാബുവാണ് മത്സരിച്ചത്. 32,425 വോട്ടുകളായിരുന്നു. BJPക്ക് രാജീവ് പ്രസാദ് ആയിരുന്നു മത്സരിച്ചത്. 27,602 വോട്ടുകൾ അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. അതായത് 2015 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും 4,000-ൽ നിന്നും അത് 27,000-ലധികമായിട്ട് ഉയർന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്. ഇത് 2021 ആയപ്പോഴത്തേക്കും ഇടതുപക്ഷം വീണ്ടും വിജയിച്ചു. OS അംബികയാണ് വിജയിച്ചത്. 69,898 വോട്ടുകൾ നേടി 47% വോട്ടുകൾ. BJP P സുധീറായിരുന്നു മത്സരിച്ചത്. 38,262 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നേടിയത്. 25% വോട്ടുകൾ. RSP A ശ്രീധരനായിരുന്നു. 36,938 വോട്ടുകളായിരുന്നു അന്ന് അദ്ദേഹം അവിടെ നേടിയത്. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് BJP വീണ്ടും വോട്ട് കൂട്ടി. അതായത് ഏകദേശം 11,000-ലധികം വോട്ടുകൾ BJP അവിടെ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും 3-ാം സ്ഥാനത്ത് നിന്നും 2-ാം സ്ഥാനത്തേക്ക് എത്തി. അതായത് ഓരോ ഘട്ടം കഴിയുമ്പോൾ 2011 4-ാം സ്ഥാനത്തായിരുന്ന BJP 2016 3-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ആ 3-ാം സ്ഥാനത്ത് നിന്നും 2021 ആയപ്പോഴത്തേക്കും BJP 2-ാം സ്ഥാനത്തേക്ക് എത്തുന്നു, കോൺഗ്രസിനെ പിന്തള്ളിക്കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കണക്ക് നോക്കേണ്ടത് അനിവാര്യമാണ്. ആ 2024 പാർലമെൻറ്റ് കണക്ക് നോക്കുമ്പോഴത്തേക്കും 2-ാം സ്ഥാനത്ത് നിന്നും BJP 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇടതുപക്ഷത്തിനെയും പിന്തള്ളിക്കൊണ്ട് അന്ന് മുരളീധരൻ ആറ്റിങ്ങലിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. ഇടത് കോട്ടയായിരുന്ന ആറ്റിങ്ങൽ BJP 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇതാണ്
ഏറ്റവും വലിയ തോതിൽ ഇടതുപക്ഷത്തിനെ അലട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ 2026 ആകുമ്പോഴത്തേക്കും വീണ്ടും 2021 മത്സരിച്ച സുധീർ തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് BJPക്ക് വേണ്ടി നിൽക്കുന്നു. അതായത് 4000 സംതിങ് വോട്ടുണ്ടായിരുന്ന 2011 നിന്നും 10 കൊല്ലമായപ്പോഴത്തേക്കും 2021 ആയപ്പോഴത്തേക്കും അത് 38,000-ലധികം വോട്ടാക്കി മാറ്റി BJP. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്കും 1ാം സ്ഥാനത്തേക്ക് എത്തി. ഇത് 2026 ആകുമ്പോഴത്തേക്കും എത്രത്തോളം വോട്ട് ഉയരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത്. പി സുധീറിനെ പോലെ ആറ്റിങ്ങലിലെ ജനങ്ങൾക്കറിയുന്ന, അതോടൊപ്പം തന്നെ അവിടെ വളരെ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സുധീർ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തട്ടിമറിയാണ് അവിടെ BJP നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത്. ആറ്റിങ്ങൽ പോലുള്ളൊരു മണ്ഡലത്തിൽ BJPക്ക് ഇത്രയധികം സ്വാധീനം കൂടിയത് എങ്ങനെയാണ്, 1ാം സ്ഥാനത്ത് അവർക്ക് എത്താൻ സാധിച്ചത് എങ്ങനെയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴത്തേക്കും 2026 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സർവേ റിസൾട്ട് പുറത്തു വരുമ്പോഴത്തേക്കും ഇതിൽ പറയുന്ന അടിസ്ഥാനമാക്കിയാണെങ്കിൽ BJP ഈ പറയുന്ന ആറ്റിങ്ങലിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് BJPക്ക് വിജയസാധ്യത അവിടെ കാണുന്നു എന്നുള്ളതാണ് പറയുന്നത്. 2ാം സ്ഥാനത്ത് LDFനും 3ാം സ്ഥാനത്ത് UDFനുമാണ് ഈ സർവേ റിസൾട്ട് അനുസരിച്ച് പറയുന്ന കണക്കെന്ന് പറയുന്നത്. അതായത് NDA BJPക്ക് 36% വിജയസാധ്യത അവിടെ കാണുന്നു എന്നാണ് ഈ സർവേ റിസൾട്ട് പറയുന്നത്. LDFന് 35%, UDFന് 29% വിജയസാധ്യത കാണുന്നതെന്നാണ് ഈ സർവേ റിസൾട്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, LDFും NDAയും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം അല്ലെങ്കിൽ വിജയസാധ്യത നൽകിയിരിക്കുന്നത് NDAക്കാണ്, പി സുധീറിനാണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണാനുള്ള കാര്യമെന്ന് പറയുന്നത്. 36%, LDFന് അവിടെ 35%, UDFന് 29% എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയാം. തീർച്ചയായിട്ടും വലിയൊരു അട്ടിമറി, വലിയൊരു മുന്നേറ്റം അവിടെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. സർവേ റിസൾട്ട് പ്രകാരം BJPക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ വളരെ വലിയ തോതിലുള്ള ഒരു തേരോട്ടം നടത്താനായിട്ട് BJPക്ക് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി എന്ന് വേണം വിലയിരുത്താനായിട്ട്. ജനവിധി എന്താണ്, ജനങ്ങളുടെ യഥാർത്ഥ വിധി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ ആറ്റിങ്ങലിൽ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം. അതിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ NDAക്ക് പി സുധീറിന് തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 9ാം തീയതി വോട്ട് ജനങ്ങൾ കുത്തുമ്പോഴത്തേക്കും അത് ആർക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ആറ്റിങ്ങൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്താണ്, അട്ടിമറി എന്താണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യം. ആറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ 4000-ൽ നിന്നും 2021 ആയപ്പോഴത്തേക്കും അത് 38,000-ലധികം വോട്ടാക്കി മാറ്റിയ BJP മുന്നേറ്റം, അതോടൊപ്പം തന്നെ അത് 2024 ആയപ്പോഴത്തേക്കും 1ാം സ്ഥാനത്തെത്തുന്ന തരത്തിലോട്ടുള്ള ഒരു മുന്നേറ്റം, അത് 2026-ലും വീണ്ടും ആ ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റം അത് സാധിക്കുന്ന തരത്തിലോട്ട് BJPക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അത് എത്തിക്കാൻ സാധിച്ചു കഴിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയമായിട്ട് തന്നെ ആറ്റിങ്ങൽ പോലുള്ള ഒരു സ്ഥലത്ത് വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാത്തിരുന്ന് കാണാം ആറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്. BJPയുടെ ഒരു അട്ടിമറി വിജയം, ഒരു MLA ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല LDF വീണ്ടും തുടരെ വിജയിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ, അവിടെ UDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.